എപ്പോഴും സന്തോഷവാനായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, എങ്ങനെയാണ് എപ്പോഴും ആനന്ദിക്കാൻ കഴിയുക? ഗുരു പറഞ്ഞു, ഞാൻ ആരെയും തോൽപ്പിക്കാറില്ല, തോറ്റുകൊടുക്കാറേയുള്ളൂ. ഞാൻ ആരെയും അപമാനിക്കാറുമില്ല, എന്നെയും ആരും അപമാനിക്കാറില്ല. എന്നെ ആരും തരംതാഴ്ത്താറില്ല. ഏറ്റവും താഴെയിരിക്കാനാണ് എന്റെ താല്പര്യം. ഇത്രയും കാരണങ്ങൾ പോരെ സന്തോഷിക്കാൻ. തോൽപ്പിക്കുന്നവർ എന്നെങ്കിലും തോൽക്കും, തോറ്റുകൊടുക്കുന്നവർ എന്നും വിജയിക്കുകയുള്ളൂ. തോൽപ്പിക്കാനുള്ള ശേഷിയും മനോഭാവവുമല്ല തോറ്റുകൊടുക്കാൻ വേണ്ടത്. പരാജയപ്പെടുത്താൻ ജീവിക്കുന്നവരുടെ ഉള്ളിൽ എന്നും പരാജയ ഭീതി ഉണ്ടാകും. തന്നെക്കാൾ മെച്ചപ്പെട്ട ആരെങ്കിലും തന്നെ കീഴടക്കുമോ എന്ന ഭയം അവരെ അലട്ടും. മനസമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും അവർ ഒരു കാര്യത്തിലും ഏർപ്പെടില്ല. സ്വന്തം പ്രവൃത്തിയിലുള്ള ശ്രദ്ധയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനമോ പ്രകടനമോ നടത്തുന്ന ആളുകളെക്കുറിച്ചായിരിക്കും അവരുടെ ആശങ്ക. തോറ്റുകൊടുക്കുന്നവർക്ക് ചില നേട്ടങ്ങളുണ്ട്. മറ്റുള്ളവരുമായി മത്സരിക്കാത്തതുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കാനാകും. സ്വന്തം സിദ്ധികൾ മെച്ചപ്പെടുത്താനാകും. മറ്റാരുടെയും ലക്ഷ്യങ്ങളിലേക്കോ വഴിത്താരകളിലേക്കോ വലിച്ചിഴക്കപ്പെടുന്നില്ല. തോറ്റുകൊടുക്കുന്നവരെ തോൽപ്പിക്കാനും ആർക്കും താല്പര്യമുണ്ടാവില്ല. എന്നാൽ ഒരു അപമാന വാക്കോ പ്രവൃത്തിയോ അവിടം കൊണ്ട് അവസാനിക്കില്ല. ആരെങ്കിലും ഒരാൾ നശിപ്പിക്കപ്പെടുന്നതുവരെ അധിക്ഷേപ കർമ്മങ്ങൾ തുടരും. മുകളിൽ ഇരിക്കുന്നവരെ മാത്രമേ താഴെ ഇറക്കാനാവൂ. ഏതെങ്കിലും സ്ഥാനത്തോ അവസ്ഥയിലോ ആയിരിക്കുന്നതല്ല പ്രശ്നം. അഭിരമിക്കുന്ന പദവിയുടെ ഔന്നത്യത്തിനനുസരിച്ച് രൂപപ്പെടുന്ന അഹംഭാവമാണ് പ്രശ്നം. ഓരോ പടിയും മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് സഞ്ചാരത്തിലും ഇടപെടലിലും ഇരിപ്പിടത്തിലുമെല്ലാം ആഡംബരവും ഔന്നത്യവും ഉണ്ടാകണമെന്ന വാശി പലരെയും അപകടങ്ങളിൽ എത്തിക്കാറുണ്ട്. അവർ തങ്ങളുടെ ഉയർച്ചയ്ക്കനുസരിച്ച് മറ്റുള്ളവരോട് അകലം പാലിക്കും. ബന്ധങ്ങൾ പുനർനിർവചിക്കും. എത്ര ഉയരത്തിലെത്തുമ്പോഴും വേരുകൾ മണ്ണിൽ തന്നെ ഉണ്ടാകണം. എവിടെ എത്തിയാലും മനുഷ്യനായി തുടരുക എന്നതാണ് പ്രധാനം.